ഈ വേനൽ കടുത്തതോടെ പലരും പ്രതിസന്ധിയിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് കർഷകരാണ്. പന്തളം തെക്കേക്കര പഞ്ചായത്തിൽ കാർഷിക മേഖല അതുപോലെ പ്രതിസന്ധിയിലാണ്. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ഇറക്കിയ 100 കണക്കിന് കർഷകരാണ് നനയ്ക്കാൻ വെള്ളമില്ലാതെ വലയുന്നത്. കല്ലട ജലസേചന പദ്ധതിയിൽ നിന്നും കനാലിലൂടെ വെള്ളം എത്താത്തതാണ് കൃഷിനാശത്തിന് കാരണമാകുന്നത്. അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി എടുക്കുന്നില്ല എന്നാണ് കർഷകരുടെ ആക്ഷേപം. സമൃദ്ധമായ കൃഷിയിടങ്ങളാൽ ശ്രദ്ധേയമായ പന്തളം തെക്കേക്കര പഞ്ചായത്ത് ഇന്ന് വറുതിയുടെ പിടിയിലാണ്. കഠിനമായ ചൂടിനൊപ്പം ജലസ്രോതസ്സുകൾ കൂടി വറ്റിയതോടെ കർഷകർ വഴിമുട്ടി നിൽക്കുന്നു. കല്ലട ജലസേചന പദ്ധതിയിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് ഇവിടുത്തെ ഭൂരിഭാഗം കൃഷിയും നടക്കുന്നത്. എന്നാൽ ഇത്തവണ KIP കനാലിലൂടെ വെള്ളം എത്താതായതോടെ കനാൽ പരിസരത്തെ കിണറുകളും തോടുകളും പൂർണ്ണമായും വറ്റി. ഇതോടെ നനയ്ക്കാൻ നിവൃത്തിയില്ലാതെ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ് കരിഞ്ഞുണങ്ങുന്നത്. വേനൽക്കാലത്ത് എല്ലാ വർഷവും ഞാൻ കനാലുള്ള ഇവിടെ ലഭ്യമായിക്കൊണ്ടിരുന്നത്. 10-25 വർഷം കൊണ്ട് അതിനകത്ത് ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഈ വർഷം കനാലുള്ള ഞങ്ങൾക്ക് ഇതുവരെ തന്നിട്ടില്ല. ഇവിടെ കനാലിൽ പറയത്തക്ക പണികളൊന്നും തന്നെ ഇല്ല. ഒരു ദിവസം ഒന്ന് വന്നു ഓട്ടോമാറ്റിക്കായിട്ട് നിർത്തി. ഞാൻ KIP എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിനെ പല പ്രാവശ്യം വിളിച്ചു. കൃഷി ഓഫീസർ കറക്റ്റായിട്ട് 19 തീയതി കത്ത് കൊടുത്തതാണ്. പഞ്ചായത്ത് അധികാരികളെല്ലാം ഞങ്ങൾ ഇവിടെ 2-3 വർഷം കൊണ്ട് ഞങ്ങളെല്ലാം നേരിട്ട് പറഞ്ഞതാണ്. വെള്ളം കിട്ടുകയാണ് ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള പച്ചക്കറി കൃഷി ഉൾപ്പെടെ ഇപ്പം നടക്കേണ്ടതാണ്. മുൻകാലങ്ങളിൽ ഫെബ്രുവരി മാസം മുതൽ കനാലിലൂടെ വെള്ളം വിട്ടു തുടങ്ങിയിരുന്നു. എന്നാൽ ഇത്തവണ വേനൽ കടുത്തിട്ടും അധികൃതർ കനാൽ തുറക്കാൻ തയ്യാറായിട്ടില്ല. ഓണവിപണി മുന്നിൽ കണ്ട് വായ്പയെടുത്തും മറ്റും കൃഷിയിറക്കിയ സാധാരണക്കാരായ കർഷകരാണ് ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. വളരെ വർഷക്കാലം ഗൾഫിൽ പോയി കിടന്ന് ജോലി ചെയ്ത് തിരിച്ചിവിടെ വന്ന് കൃഷി കാര്യങ്ങളുമായിട്ട് ജീവിക്കുക. ഇതിപ്പോൾ വന്നപ്പോൾ കഴിഞ്ഞ വർഷം വരെ കൃത്യമായിട്ടുള്ള വെള്ളത്തിന്റെ വരവും കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ കൃഷി കൃത്യമായിട്ട് പോയിക്കൊണ്ടിരുന്നു. ഈ വർഷം വെള്ളത്തിന്റെ ഇടയ്ക്ക് തുറന്നു വിട്ടു. വെള്ളാംശം വന്നു കഴിഞ്ഞപ്പോൾ അവർ സ്റ്റോപ്പായി കഴിഞ്ഞ് കൃഷി ആകപ്പാടെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. KIP അധികൃതർക്കും കൃഷി വകുപ്പിനും നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല എന്ന ആക്ഷേപമുണ്ട്. വേനൽക്കാലത്ത് വെള്ളം കിട്ടിയില്ല എങ്കിൽ കൃഷി കരിഞ്ഞുണങ്ങുന്നത് നോക്കി നിൽക്കാനേ കർഷകർക്കാകൂ. കാട്ടുപന്നി ശല്യത്തിൽ നിന്നും രക്ഷ നേടാൻ ലക്ഷങ്ങൾ മുടക്കി സോളാർ വേലി നിർമ്മിച്ച ശേഷമാണ് ഇപ്പോൾ കർഷകർക്ക് പുതിയൊരു പ്രതിസന്ധി വന്നിരിക്കുന്നത്. എത്രയും വേഗം കനാലിലൂടെ വെള്ളം തുറന്നുവിട്ട് കർഷകരുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. ക്യാമറമാൻ രതീഷ് മാടമ്പശ്ശേരിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.